ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട അമേരിക്കയിലെ യൂത്ത് ഇൻഫ്ലുവൻസറും റിപ്പബ്ലിക്കൻ അനുഭാവിയുമായ ചാർലി കിർക്കിനെ ചുറ്റിപ്പറ്റി നിരവധി വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരുന്നു. അമേരിക്കൻ യുവതയെ യേശുക്രിസ്തുവിലും വിശുദ്ധ വേദപുസ്തകത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ചാനയിക്കാൻ ശക്തമായി പ്രയത്നിച്ച ചാർലി കിർക്ക് ട്രംപിന്റെ നിലപാടുകൾക്കൊപ്പം ഉറച്ചുനിന്നുകൊണ്ട് അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും അമേരിക്ക ഒരു യാഥാസ്ഥിതിക ക്രിസ്ത്യൻ രാഷ്ട്രമായി കാണണമെന്ന് ഉത്കടമായി ആഗ്രഹിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്തതിനാൽ കുടിയേറ്റക്കാരിലോ ഡെമോക്രാറ്റുകളിലോ ഇടതുകളോ ഏതെങ്കിലും തീവ്ര നിലപാടുള്ള ആളുകളോ അല്ലെങ്കിൽ ട്രാൻസ് ആക്ടിവിസ്റ്റുകളോ പാലസ്തീൻ അനുകൂലികളോ ആവാം കിർക്ക് വധത്തിന്റെ പിമ്പിലെന്ന നിഗമനം ആരംഭത്തിലുണ്ടായെങ്കിലും അതിൽ വ്യത്യസ്തമായി പുറത്തുവന്ന മറ്റൊരു ഗൂഢാലോചന തിയറിയായിരുന്നു കിർക്കിനെ കൊന്നത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഗ്രൂപ്പായ മൊസാദാണെന്നത്. എന്നാൽ അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നത്. മരണത്തിന് തൊട്ടുമുമ്പുള്ള കാലഘട്ടത്തിൽ കിർക്ക് പൂർണ്ണമായി ഇസ്രായേലിന്റെ നിലപാടുകൾക്കെതിരായിരുന്നുവെന്നും ഗാസയിലെ നിരപരാധികളെ ഇസ്രായേൽ കൊല്ലുന്നതിൽ കിർക്കിന് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നുവെന്നും അതിനാലാണ് മൊസാദ് രഹസ്യമായി കില്ലറെ ഉപയോഗിച്ച് കിർക്കിനെ തീർത്തതെന്നുമായിരുന്നു പുറത്തുവന്ന കിംവദന്തികൾ. അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയായിരുന്ന കിർക്ക് മുമ്പ് പ്രസ്താവിച്ചത് ഇസ്രായേലിലേക്കുള്ള തന്റെ യാത്ര പരിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിലുള്ള തന്റെ വിശ്വാസത്തെ കൂടുതൽ ദൃഢീഭവിപ്പിച്ചു എന്നായിരുന്നുവെന്നും ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കേണ്ടത് ഏതൊരു ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്തമാണെന്നും കിർക്ക് നിരന്തരം പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിനെക്കുറിച്ച് അടുത്ത കാലത്ത് കേട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കിർക്ക് ചില പഠനങ്ങൾ നടത്തുകയും ആ പഠനങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം ഇസ്രായേലിനെതിരെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അത്തരം സന്ദേഹങ്ങളുള്ളവർക്ക് സംസാരിക്കുവാൻ കിർക്ക് അവസരം നൽകുകയും ചെയ്തിരുന്നു. അമേരിക്കയിലെ പ്രമുഖ ടെലിവിഷൻ അവതാരകനായ ടെക്കർ കാൾസനുമായി നടത്തിയ അഭിമുഖത്തിൽ അമേരിക്കയിലെ ശതകോടീശ്വരനും കടുത്ത ഉപജാപക്കാരനുമായ ജെഫ്രി എഫ്സ്റ്റീനും മൊസാദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ കിർക്ക് നിർവികാരനായി കേട്ടിരിക്കുകയും അമേരിക്കൻ പണം ഇസ്രായേലിലേക്ക് ഒഴുകുന്നതിനെതിരെ പ്രതികരിക്കുന്ന ഡേവ് സ്മിത്തിനെ കിർക്ക് തന്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്തതും 2023 ഒക്ടോബർ 7 ആക്രമണത്തെ വിമർശനബുദ്ധിയാൽ ഒരു പോഡ്കാസ്റ്റിൽ പരാമർശിച്ചതും യുക്രൈൻ യുദ്ധത്തിന് ഫണ്ട് നൽകുന്നതിനെയും കോവിഡ് നിയമങ്ങളെയും ചോദ്യം ചെയ്യുന്നതുപോലെ ഇസ്രായേലിന്റെ നീക്കങ്ങളെ ചോദ്യം ചെയ്യുന്നതെന്താണെന്ന് ബെൻ ഷാപ്പിറോയുമായുള്ള ഒരു അഭിമുഖത്തിൽ പരാമർശിക്കുകയും ചെയ്തതോടെയാണ് കിർക്ക് ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടതെന്നും അങ്ങനെയാണ് മൊസാദ് കിർക്കിനെ തീർത്തതെന്നുമാണ് ഈ ആരോപണമുന്നയിച്ചവർ പറഞ്ഞത്. എന്നാൽ കിർക്കിന്റെ മരണത്തിന്റെ തൊട്ടുപിന്നാലെ ട്വീറ്റുമായി പ്രത്യക്ഷപ്പെട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്ന് പറഞ്ഞത് ചാർലി തന്റെ ലയൺ ഹാർട്ട് ഫ്രണ്ടായിരുന്നുവെന്നും സത്യം പറഞ്ഞതിനും സ്വാതന്ത്ര്യം സംരക്ഷിച്ചതിനുമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും തീവ്ര ഇസ്ലാമിസ്റ്റുകളും അൾട്രാ പ്രോഗ്രസീവുകളുമാണ് ചാർലിയുടെ കൊലപാതകത്തിന്റെ പിന്നിലെന്നുമാണ് പിന്നീട് നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ പ്രതികരണത്തിൽ ചില സംശയത്തിന്റെ മുന ഇട്ടുകൊണ്ടാണ് ചിലർ ഈ കൊലപാതകത്തിന്റെ പിമ്പിൽ മൊസാദാണെന്ന കാര്യം ഊന്നിപ്പറഞ്ഞത്. എന്നാൽ എല്ലാം കേട്ട് രോക്ഷാകുലനായ നെതന്യാഹു കിർക്കിന്റെ മരണത്തെ ഇസ്രായേലുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന ഗൂഢാലോചനകൾ ഭ്രാന്താണെന്നും അത് വെറുപ്പുളവാക്കുന്നതും തെറ്റുമാണെന്നും പ്രസ്താവിച്ചു രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. ചാർലി കിർക്ക് നൂറ്റാണ്ടിലെ പ്രതിഭയായിരുന്നുവെന്നും അദ്ദേഹം സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ട് അമേരിക്കയെയും നമ്മുടെ പൊതു ജൂത ക്രിസ്ത്യൻ നാഗരികതയെ പ്രതിരോധിക്കുകയും ഇസ്രായേലിനെയും ജൂതജനതയും സ്നേഹിച്ച വ്യക്തിയായിരുന്നെന്നും തന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് കിർക്ക് ഇസ്രായേലിനു വേണ്ടി വാദിക്കുകയും ജൂത ക്രിസ്ത്യൻ നാഗരികതയെ സംരക്ഷിക്കുന്നതിനായി ജൂതന്മാരുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തതാണെന്നും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു കത്ത് തനിക്ക് ലഭിച്ചെന്നും ഇസ്രായേൽ എന്ന വിശുദ്ധ ഭൂമി എൻ്റെ ജീവിതത്തിന് വളരെ പ്രധാനമാണെന്നും ഇസ്രായേലിനുള്ള പിന്തുണ നഷ്ടപ്പെടുന്നത് കാണുന്നത് എന്നെ വേദനിപ്പിക്കുന്നുവെന്നും കിർക്ക് ആ കത്തിൽ എഴുതിയെന്നും പുതിയ വീഡിയോയിലൂടെ പ്രസ്താവിച്ച നെതന്യാഹു അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഇസ്രായേൽ എത്രത്തോളം നിർണായകമാണെന്ന് അമേരിക്കൻ ജനതയോട് നേരിട്ട് വാദിക്കാൻ ടേണിംഗ് പോയിന്റ് എന്ന തന്റെ സ്ഥാപനത്തിലൂടെ കിർക്ക് സന്നദ്ധനായെന്നും വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ചില നയത്തെക്കുറിച്ച് തന്നോട് വിയോജിക്കുമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടെന്നും അതായിരുന്നു ചാർലിയുടെയും ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെയും സത്തയെന്നും ചാർലി കൃത്യമായി നിലകൊണ്ടത് അതിനുവേണ്ടിയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ എല്ലായ്പ്പോഴും ഹൃദയത്തിൽ നിന്നാണ് വന്നതെന്ന് തനിക്കറിയാമായിരുന്നു. ഇസ്രായേലിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ജൂതജനതയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഉയരുന്നതാണെന്നും കിർക്കിന്റെ മരണത്തെ തുടർന്ന് പരിഭ്രാന്തിയുടെയും അനിശ്ചിതത്വത്തിന്റെയും നിമിഷം മുതലാക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രചരിപ്പിച്ച സെമറ്റിക് വിരുദ്ധ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ ദ്രുതഗതിയിലുള്ള വ്യാപനമാണ് ഇപ്പോൾ കാണുന്നതെന്നും ആ മഹാനായ മനുഷ്യൻ ആദരമാണെന്നും അല്ലാതെ നുണകളല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഖത്തറിന്റെ ധനസഹായത്തോടെയായിരിക്കാം ഈ നുണകൾ പ്രചരിപ്പിക്കുന്നതെന്നും നെതന്യാഹു ആരോപിച്ചു.